മൊബൈൽ, ലാൻഡ് ലൈൻ, ഇന്റർനെറ്റ് കണക്ഷനുകൾ എന്നിവ ഉപഭോക്താക്കൾക്ക് നൽകാനാവുന്ന ലൈസൻസാണ് പുതിയ കമ്പനിക്ക് നൽകുകയെന്ന് ഡോക്ടർ അബ്ദുൽ അസീസ് അറുവൈസ് പറഞ്ഞു. സൗദി ടെലികോം അഥവാ STC ആണ് നിലവിലെ ഭൂരിഭാഗം ലാൻഡ് ലൈൻ കണക്ഷനുകളും കൈകാര്യം ചെയ്യുന്നത്. മൊബൈൽ മേഖലയിൽ STC, മൊബൈലി, സൈൻ, വെർജിൻ ഫ്രണ്ടി എന്നീ കമ്പനികളാണ് പ്രധാനമായും പ്രവർത്തിക്കുന്നത്. പുതിയ കമ്പനി കൂടി രംഗത്ത് വരുന്നതോടെ വിപണിയിൽ ആരോഗ്യകരമായ മത്സരമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. കൂടാതെ നിലവിൽ മൊബൈൽ സേവന രംഗത്ത് മാത്രം പ്രവർത്തിക്കുന്ന ചില കമ്പനികൾക്ക് ലാൻഡ് ലൈൻ, ഇന്റർനെറ്റ് സേവനം നൽകാനുള്ള അനുമതി കൂടി നൽകാനും അതോറിറ്റി ഉദ്ദേശിക്കുന്നുണ്ട്. സൗദി ഉൾപ്പെടെയുള്ള ഗൾഫ് രാഷ്ട്രങ്ങളിലെ ടെലികമ്മ്യൂണിക്കേഷൻ വിപണിയിൽ 5 വർഷത്തിനുള്ളിൽ 4 ഇരട്ടിയോളം വർധനവുണ്ടാകുമെന്നാണ് ടെലികോം അതോറിറ്റി പ്രതീക്ഷിക്കുന്നത്. 2015-ൽ 20 ബില്യണായിരുന്ന വിപണി 2020-ൽ 75 ബില്യൺ റിയാലായി ഉയരുമെന്നാണ് കണക്കുകൂട്ടൽ. ടെലികോം അതോറിറ്റിയിൽ കമ്പനി പ്രതിനിധികളെയും നിയമിക്കണമെന്നും അധികൃതർ നിബന്ധന വെച്ചിട്ടുണ്ടെന്നും ഡോക്ടർ അറുവൈസ് പറഞ്ഞു. അസർപുളിയിൽ, മീഡിയ 1, റിയാദ്.